ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ആശകൾ 1000 പുതിയ മൂവിയാണ്. ആൻഡ് കാളിദാസ് അറിയാലോ, നമ്മുടെ ജയറാമേട്ടൻ്റെ മോൻ. സോ പുള്ളിയുടെ മൂവി. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ചേക്കാം ഗോകുലം മൂവീസ്. നാട് മുഴുവൻ നിരങ്ങി ഇങ്ങനെ സിനിമയും കണ്ട് 4 നേരം ഫുഡും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. സർ, ബേസിക്കലി ഞാൻ ഒരു ആക്ടറാണ് സർ. ഈ വിക്രം ചെയ്തതിനേക്കാളും നന്നായി എന്നാണ് എല്ലാരും പറയുന്നത്. നീ ആക്ടിംഗ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ക്ലാസ് എടുക്കാന്ന് സമയമില്ല. അയ്യോ, എടുക്കാനല്ല, അറ്റൻഡ് ചെയ്യാൻ. പുള്ളിക്കാരിയല്ലേ നമ്മുടെ പഴയ നടന്റെ മോള് സിനിമയിലെ കൃഷ്ണകുമാർ, പുള്ളിയുടെ മോള്. സുമിത് സാർ, ഞാൻ നിന്റെ ഗോഡ് ഫാദർ ആവാം. ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം, ഞാൻ എന്റെ ജോലി വിട്ടു. അപ്പൊ കുടുംബത്തിനൊരു വരുമാനം വേണ്ടേ? വേണം. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ സിനിമയ്ക്ക് എന്നെ ആവശ്യ. പറഞ്ഞു അവിടെ ഇരുന്നു അവിടെ എന്തായിരുന്നേ? ഓക്കെ ഓക്കെ, വാച്ച്. കാണാം. വെൽക്കം ടു മൂവീസ്. നമുക്ക് പട്ടി ഷോ ഇറക്കേണ്ട സമയമായി. പുള്ളി സ്റ്റാർ ആയി. പക്ഷെ ഷോ ഇറക്കണം. ഒരു മത്സരമാകുമ്പോ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇവിടെ ഇത്രയും പ്രശ്നമാണെങ്കിൽ ദുൽഖർ സൽമാൻ പറഞ്ഞതിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം, അത് നമ്മൾ അർഹിക്കുന്നുണ്ടോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് വിട്ട്. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ശ്രമിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രമിക്കണമെന്നേ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉള്ളൂ. ജീവിക്കാൻ വേണ്ടി ജീവിക്കണം. തന്തവൈബുള്ള ആൾക്കാരെല്ലാം അങ്ങനെ പറയും. നിങ്ങളാന്ന് കേൾക്കണ്ടോ? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ അത് ചെയ്താൽ മതി. ഓക്കെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ധൈര്യമായിട്ട് ഓടി അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. അച്ഛൻ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. എനിക്കതില്ല. ജീവിതത്തിൽ പുള്ളിയുടെ വോയിസ് ഇപ്പോഴും ഒരു കൊച്ചു പിള്ളേരെ വോയിസ്. അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ആശകൾ 1000. ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് തന്നെ, ഞാനൊരു ഫാമിലി മാനായി പോയില്ലേ. ജസ്റ്റ് ഒരു നോർമൽ ഒരു ഫാമിലി എന്റർടൈനർ. ട്രെയിലറിൽ അത് തന്നെയാണ്, അറിയാമല്ലോ. ടോം ആൻഡ് ജെറി പരിപാടി എന്ന് പറഞ്ഞാൽ തട്ടി വീഴ അത് ഇതൊന്നും അല്ല, അങ്ങനത്തെ കോമഡി അല്ല. ബട്ട് സിറ്റുവേഷണൽ കോമഡി. പിന്നെ ഇത് അവസാനം എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും, ലൈക്ക് മോറൽ ഓഫ് ദ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ലൈക്ക് അതെന്താണ് മെസ്സേജ് എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ലൈക്ക് നമ്മൾ ലൈഫ് എന്താണ് പുള്ളി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും എല്ലാവർക്കും ആശകളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ അറ്റ് എ സർട്ടൻ പോയിന്റ് യു റിയലൈസ് ദാറ്റ് ദാറ്റ് ഈസ് നോട്ട് ഗോണ വർക്ക് ഔട്ട്. ദെൻ യു വിൽ ഹാവ് ടു സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ദെൻ ലൈഫ് എങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്ക് പോകാന്നുള്ളത്. ബിഗ് അച്ചീവേഴ്സ്, വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരെല്ലാം അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നവരല്ല. പിന്നെ ലൈഫിൽ നമുക്ക് 2 ഡിസിഷൻ എടുക്കാം. ഒന്ന്, നമുക്കിങ്ങനെ പേടിച്ച് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരൊരു മെട്രിക്സിൽ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ വഴി തിരഞ്ഞെടുത്ത് നമുക്കത് വി ക്യാൻ ഫൈറ്റ്, ഡു ഓർ ഡൈ, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. സോ ഇത് ചിലപ്പോൾ അതായിരിക്കും, ലൈക്ക് പ്രൂവിങ് ഹിം റോങ്. ഇത് തന്തവൈബായിട്ടുള്ള ഡയലോഗാണ് പുള്ളി പറഞ്ഞത്. സോ അത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സോ എനിവേസ് ഇറ്റ്സ് ലൈക്ക് ഫാമിലി മൂവി വൈസ് ലൈക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാനുള്ള ബെസ്റ്റ് എൻ്റർടൈനർ മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ലൈക്ക് നോട്ട് എൻ്റർടൈൻമെൻറ്റ്, ലൈക്ക് ഇറ്റ്സ് ഗുഡ്. സോ എനിവേസ് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും പോയി കാണണം. കാരണം പുള്ളിയുടെ ലൈക്ക് ഈ അച്ഛൻ മകൻ കോംബോ അധികം അങ്ങനെ കാണാത്തതുകൊണ്ട്, ലൈക്ക് പണ്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ വീണ്ടും സ്ക്രീനിൽ അവർ വരുമ്പോഴത്തേക്കും ലൈക്ക് ആ ഒരു കോംബോ കാണാനൊരാഗ്രഹം. സോ എന്താണെന്നുള്ള കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം. സോ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിങ്. സോ അത്രയുള്ള കാര്യം, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല.